രാധേ കൃഷ്ണ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കുഞ്ഞി കഥ പറയാൻ വന്നതാണ്. നമ്മുടെ സ്വന്തം കണ്ണൻ്റെ കഥയാണ്. ഈ കഥ നടക്കുന്നത് ഭാണ്ഡീരവനത്തിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭാണ്ഡീർ വനത്തിൽ നിന്നും ഭോന്തു എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ കാലികളെ മേച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്തുള്ള കഥയാണ്. അപ്പോൾ മടങ്ങി വന്നിട്ട് ഉടനെ കൈയും കാലും കഴുകി അദ്ദേഹം ഗുരുദേവൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി പോയി. ഗുരുദേവൻ അവിടെ നിന്ന് കണ്ണൻ്റെ കഥയാണ് പറയുന്നത്. എല്ലാ അന്തേവാസികളും ഇരുന്ന് കഥ കേൾക്കുന്നു. പറയുന്ന കഥ ഇങ്ങനെയാണ്. ഭാണ്ഡീർ വനത്തിൽ പണ്ട് കൃഷ്ണൻ ഗോക്കളെ മേയ്ക്കാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഭംഗിയും ആ മുടിയും കണ്ണും എല്ലാം വർണ്ണിച്ച് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭോന്തു ആകട്ടെ വളരെ നിഷ്കളങ്കനും ആരെന്ത് പറഞ്ഞാൽ അതേപോലെ വിശ്വസിക്കുന്നവനും കുറച്ച് ബുദ്ധിക്കുറവൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പോൾ കേട്ടപ്പോൾ തന്നെ ആൾ വിശ്വസിച്ചു. ആൾ ഉറപ്പിച്ചു ഭാണ്ഡീർ വനത്തിൽ ഭഗവാൻ വരുന്നുണ്ട്. പക്ഷെ ഇത്രയും നാളും ഞാൻ അവിടെ പോയിട്ട് കണ്ടില്ലല്ലോ കണ്ണനെ. ശരി, കുഴപ്പമില്ല, എങ്ങോട്ടെങ്കിലും പോയി കാണും, നാളെ പോകുമ്പോൾ വിളിച്ചു നോക്കാം എന്ന് പറയും കേട്ടോ. പിറ്റേ ദിവസമായി അദ്ദേഹം കാലികളെയെല്ലാം മേച്ച് ഭാണ്ഡീർ വനത്തിൽ പോയി. അപ്പോൾ മുമ്പ് ഭാണ്ഡീർ വനത്തിൽ പോകുമ്പം ഒരു സ്ഥലത്തെ അദ്ദേഹം നിൽക്കാറുള്ളൂ. വലിയ വനമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, വനമെല്ലാം തിരഞ്ഞു ഉൾക്കാട്ടിലൊക്കെ പോയി കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കും. അപ്പോഴൊന്നും തിരിച്ച് ശബ്ദമില്ല കേട്ടോ. ഇങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. ഭാണ്ഡീർ വനത്തിൽ പോയി സാക്ഷാൽ കൃഷ്ണനെ വിളിക്കുന്നത്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ ഭാണ്ഡീർ വനത്തിൽ, കൃഷ്ണ കൃഷ്ണ. അപ്പോൾ പെട്ടെന്ന് കുറേ പശുക്കൾ നടന്നു വരുന്ന ശബ്ദം. കുറേ പശുക്കൾ, അതും നിറയെ. ഇത്രയധികം പശുക്കൾ ഈ ഭാണ്ഡീർ വനത്തിലുണ്ടോ എന്ന് അദ്ദേഹം ആശ്ചര്യചകിതനായി ഇങ്ങനെ നോക്കുക. അപ്പോൾ നോക്കിയപ്പോൾ ആ പശുക്കളുടെ ഇടയിൽ നിന്ന് ഒരു സുന്ദര ബാലൻ നടന്നു വരുന്നു. ഒരു 10-16 വയസ്സുള്ളൊരു ബാലൻ. കറുകറുത്ത മുടി, വലിയ താമരയിതള പോലത്തെ കണ്ണുകൾ, പിന്നെ ചന്ദനത്തിൻ്റെ മണം. ആഹാ, എന്തൊരു ഭംഗിയാണ് കാണാൻ. കയ്യിൽ ഓടക്കുഴലുണ്ട്, തലയിൽ പീലി തിരുമുടിയുണ്ട്. അദ്ദേഹം ആ രൂപം കണ്ട് ഇങ്ങനെ ആകർഷിച്ചങ്ങനെ നിന്നുപോയി. കൃഷ്ണൻ എന്ന് പറയുന്നത് ആകർഷണമാണല്ലോ. അപ്പോൾ വന്നു സംസാരിച്ചു. അതെ, നിങ്ങൾ കൃഷ്ണനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട്, അതെ ഭോന്തു, എൻ്റെ പേരറിയോ? അതെങ്ങനെ അറിയാം? താങ്കളുടെ പേര് എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ എന്നും വന്ന് കൃഷ്ണനെ ചോദിക്കും, എവിടെയായിരുന്നു? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, ഇപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ പറയും, നീ എന്നും ഇവിടെ വരാറുണ്ടോ? ആ, ഞാൻ വരാറുണ്ട്. എടാ ഭോന്തു, നിൻ്റെ കയ്യിൽ വല്ലതും കഴിക്കാനുണ്ടോ? എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഭോന്തു ആണെങ്കിൽ ആശ്രമത്തിൽ നിന്ന് 4 ചപ്പാത്തിയും ഒരു ഇച്ചിരി ഭാജിയാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അത് കഴിച്ചിട്ടാണ് ആളുടെ ഒരു ദിനം. അപ്പോൾ വേഗം ആ പൊതി അങ്ങ് തുറന്ന് കൃഷ്ണന് മുമ്പിൽ അങ്ങ് വെച്ചു കൊടുത്തു. കൃഷ്ണ, ഞാൻ ഇതാണ് കൊണ്ടുവന്നുള്ളൂ, അങ്ങിന്ന് വരുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ, അപ്പം ഞാൻ ഇത്രേ കൊണ്ടുവന്നുള്ളൂ. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കണ്ണൻ അതെല്ലാം ഭക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി അടുത്ത ദിവസം വരുമ്പോൾ എനിക്ക് ഇച്ചിരിയും കൂടെ ആഹാരം കൊണ്ടുവരണം, എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഭോന്തു ചിരിച്ചിട്ട് പറഞ്ഞു, ശരി കണ്ണാ. പിന്നെ ഭോന്തുവും കൃഷ്ണനും എന്നും വരും, കാണും, സംസാരിക്കും, മിണ്ടും, ഭയങ്കര കൂട്ടായി. കൃഷ്ണൻ ഭോന്തുവിൻ്റെ ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു സംസാര രീതിയും എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണനും ശീലമായി, ഭോന്തുവിനെ ഡെയിലി കണ്ട് സംസാരിച്ച് ശീലമായി. അപ്പോൾ ആൾക്കും ഭോന്തുവിനെ കണ്ടില്ലെങ്കിൽ ഒരു ചെറിയ വിഷമമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നും കൃഷ്ണന് വേണ്ടിയിട്ട് അധികം ഭക്ഷണം ആശ്രമത്തിൽ നിന്ന് ചോദിച്ച് മേടിച്ച് കൊണ്ടുവരും. അപ്പോൾ
ആ ആശ്രമത്തിൽ പാചകം ചെയ്യുന്ന ആൾ ഗുരുജിയോട് വന്ന് പറഞ്ഞു, അതെ ബോന്തുവിന് എന്ത് പറ്റിയെന്നറിയില്ല, ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, അതോ ആർക്കെങ്കിലും കൊണ്ടു കൊടുക്കണമെന്നാണോ എന്നും അറിയില്ലല്ലോ. അപ്പോൾ ഗുരുജി പറഞ്ഞു, ശരി നോക്കാം. അപ്പോൾ ബോന്തു വന്നു. ആ ബോന്തു, നീ ഇങ്ങോട്ട് വാ. അതെ നീ ഈ ഇടയായിട്ട് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ഇല്ല. ഈയിടെ നിനക്ക് വിശപ്പ് കൂടുന്നുണ്ടോ? ഇല്ല. പിന്നെ നീ എന്താ കൂടുതൽ ഭക്ഷണം കൊണ്ടുപോകണമെന്ന് നമ്മുടെ പാചകക്കാരൻ പറഞ്ഞല്ലോ. ഓ അതോ, അത് ഗുരുജി പറഞ്ഞില്ലേ ഭാണ്ഡീരത്തിൽ കൃഷ്ണനുണ്ടെന്ന്. ഞാൻ വിളിച്ചപ്പോൾ കൃഷ്ണൻ വന്നു. ഡെയിലി കൃഷ്ണന് നമ്മുടെ ആശ്രമത്തിലെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമത്രേ, അതുകൊണ്ട് ആൾ കഴിക്കും, ആൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകണത്. അപ്പോൾ ഗുരുദേവനും എല്ലാവരും ഞെട്ടി. അവരൊന്നും വിശ്വസിച്ചില്ല. അവർ ഈ ബോന്തു ഇച്ചിരി ബുദ്ധി കുറവുള്ള ആളല്ലേ, ചിലപ്പോൾ വല്ല കുട്ടി കൃഷ്ണൻ്റെ വേഷം കെട്ടി വന്ന് ഈ ബോന്തുവിനെ പറ്റിക്കണതാവും. ശരി ആയിക്കോട്ടെ. അപ്പോൾ ഗുരുജി പറഞ്ഞു, ബോന്തു നീ ഒരു കാര്യം ചെയ്യ്, നാളെ കൃഷ്ണനെ നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവാ. അപ്പോൾ പറയും, ബോന്തുവിന് ആകെ ആശ്ചര്യമായി, ഞാൻ കൊണ്ടുവരണോ? ആ നീയല്ലേ എന്നും കാണുന്നേ, അപ്പം നീ കൊണ്ടുപോവാ. അപ്പോൾ ബോന്തുവിന് ഭയങ്കര ഇതായിട്ടോ. ബോന്തുവിൻ്റെ വിചാരം എന്താ, എല്ലാവർക്കും കൃഷ്ണനെ കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും എന്നാണ്. അപ്പോൾ ഗുരുജി എന്നോടാണ് ആജ്ഞാപിച്ചത്, അതായത് ഗുരുജിക്ക് എന്നോടാണ് പ്രിയം, ശരി ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായി കണ്ണൻ വന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ അതെ എൻ്റെ ഗുരുജി പറയാണ് കൃഷ്ണനെ നേരിട്ടൊന്ന് കാണണമെന്ന്, കൃഷ്ണൻ എൻ്റെ കൂടെ ഒന്ന് വരുമോ? കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വരില്ല. അപ്പോൾ ബോന്തു പറയാം, അതെന്താ? ഗുരുജി പറഞ്ഞിട്ടാണ് എനിക്ക് കൃഷ്ണനെ മനസ്സിലായത്, കൃഷ്ണനെ കാണാൻ സാധിച്ചത്. അപ്പോൾ കൃഷ്ണൻ എന്തായാലും വരണം. പറ്റില്ല, ഞാൻ വരില്ല, ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്, നിനക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ബോന്തുവിന് ദേഷ്യം വരും. ബോന്തു എന്ത് ചെയ്യും, കൃഷ്ണൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊതി ചോറ് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. ഞാൻ പോവാ, എന്നെ ഗുരുജീനെ കാണാൻ പറ്റാത്താൽ അവിടുത്തെ ആശ്രമത്തിലെ ഭക്ഷണവും കഴിക്കണ്ടെന്ന് പറയും. അപ്പോൾ കൃഷ്ണൻ പറയും, അതെന്താ ബോന്തു അങ്ങനെ? എന്നിട്ട് ബോന്തു ഇങ്ങനെ സ്പീഡിൽ നടന്നു പോവാം കേട്ടോ. അപ്പോൾ കൃഷ്ണൻ പിന്നാലെ ബോന്തു നിൽക്ക് എന്ന് പറയും. പക്ഷെ ബോന്തു നിൽക്കുകയില്ല. കുറേ കഴിയുമ്പം കൃഷ്ണൻ ബോന്തുവിൻ്റെ മുതുകിലേക്ക് ഒറ്റ ചാടി കയറി ഇരുന്നിട്ട് പറയും, ശരി വാ നമുക്ക് പോവാം. അപ്പോൾ കൃഷ്ണൻ ബോന്തുവിൻ്റെ പുറത്ത് കയറി, പിന്നാലെ കൃഷ്ണൻ്റെ പശുക്കളും, അത് നിറയെ പശുക്കൾ. പെട്ടെന്ന് ആശ്രമത്തിൽ നിന്ന് ഗുരുജി നോക്കുമ്പോൾ കുറേ പശുക്കിടാങ്ങളുടെയും ഒക്കെ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കിയപ്പോൾ കുറേ അധികം പശുക്കൾ, ഇത്രയധികം പശുക്കൾ ഈ വൃന്ദാവനത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ബോന്തുവിൻ്റെ മുതുകിലിരിക്കുന്നു സാക്ഷാൽ കൃഷ്ണൻ. ശാസ്ത്രങ്ങളിൽ ഗുരുജിയുടെ ഗുരുദേവന്മാരൊക്കെ വർണ്ണിച്ച അതേ രൂപം. ഗുരുജിയുടെ ആ ജന്മം സഫലമായി. ബോന്തു വന്നു ഗുരുജിയുടെ മുമ്പിൽ നിന്നു. കൃഷ്ണൻ ബോന്തുവിൻ്റെ അടുത്ത് തന്നെ നിന്നു. അപ്പോൾ ഗുരുദേവൻ ആദ്യം തന്നെ കണ്ണനെ ഒന്ന് നോക്കി, എന്നിട്ട് ബോന്തുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. ആദ്യം തന്നെ, നിൻ്റെ നിഷ്കളങ്കമായ ഭക്തി കാരണം എനിക്ക് സാക്ഷാൽ ഭഗവത് ദർശനം നീ നേടിത്തന്നു. കണ്ണനോടും നന്ദി പറഞ്ഞു. അങ്ങനെ ഒരു ശിഷ്യൻ കാരണം സാക്ഷാൽ ഗുരുവിന് ഭഗവാന്റെ ദർശനം കിട്ടി, സാക്ഷാൽ കണ്ണൻ്റെ ദർശനം. കണ്ണന് വലിപ്പം ചെറുപ്പം ഒന്നുമില്ല, ബുദ്ധിമാന്ദ്യമുള്ളവനോ ഒന്നുമില്ല, ഒരു വർണ്ണവിവേചനവും ഇല്ല, എല്ലാവരും സമാനമായിട്ടാണ് കണ്ണൻ കാണുന്നത്. കണ്ണൻ ആകെ നോക്കുന്നത് നിഷ്കളങ്കമായ ഭക്തിയാണ്, നിഷ്കാമമായ ഭക്തിയാണ്. എല്ലാവർക്കും ഭഗവാനെ അതുപോലെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. ഭഗവാൻ തിരിച്ചും എല്ലാവരെയും സ്നേഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗോവിന്ദ ഗോവിന്ദ.